ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സിൽ പൊതുവേ ഫ്രാൻസിൻ്റെ ഒരു വാർത്തയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഫ്രാൻസ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസിൽ ഏതാണ്ട് നിരനിരയായിട്ട് അവരുടെ വാർഷിപ്പുകളെ അയച്ചു വെച്ച് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസിൻ്റെ ആ ഒരു ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സകല സംവിധാനങ്ങളും ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത 4 ദിവസങ്ങൾക്ക് മുമ്പ് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഫ്രാൻസ് ഞങ്ങൾ എവിടെയും വരുന്നില്ല, ഞങ്ങൾ ജസ്റ്റ് സൈപ്രസിൻ്റെ സൈഡിൽ മാത്രം ഒന്ന് പോയിട്ട് യൂറോപ്പിൻ്റെ ഭാഗമായിട്ടുള്ള സൈപ്രസിനെ ജസ്റ്റ് ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ദൗത്യം എന്ന് പറഞ്ഞിട്ട് അവരുടെ വഴിക്ക് അങ്ങ് പോയി. പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള അപ്ഡേറ്റ്സും നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസിൽ ഭയങ്കരമായിട്ടുള്ള പിടിവലികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അമേരിക്ക ഒരു സൈഡിൽ മൈനുകൾ തപ്പി നടക്കുകയാണ്, മറ്റൊരു സൈഡിൽ ഇറാനുമായിട്ട് 30-ലധികം രാജ്യങ്ങൾ ഡിപ്ലോമാറ്റിക് ചർച്ച ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇറാനുമായിട്ട്. എന്തിനാണ്? സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസിൽ അവരവരുടെ ഷിപ്പുകൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇന്ത്യയാണ് ആദ്യമായിട്ട് ഇറാനുമായിട്ട് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ 2 കപ്പലുകൾ, പ്രത്യേകിച്ച് 2 LPG കപ്പലുകൾ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസിലൂടെ വളരെ സ്മൂത്തായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൽ ശരിക്കും സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസ് യുദ്ധസമാനമായ സാഹചര്യമാണ്. അവിടെ എന്ത് തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് വേണമെങ്കിലും സാധ്യതയുണ്ട്. ഡ്രോൺ അറ്റാക്ക് ആവാം, പലതരത്തിലുള്ള ആക്രമണങ്ങൾക്ക് സാധ്യതയുള്ള ഒരു മേഖലയാണ്. ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ചെറിയൊരു ഏരിയ അല്ല. ഏതാണ്ട് 400 കിലോമീറ്ററോളം സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസ് ഇറാന്റെ കൺട്രോളിലാണ്. ഈ 400 കിലോമീറ്ററോളം സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസ് ഇറാന്റെ കൺട്രോളിലാണെന്ന് പറയുമ്പോഴത്തേക്കും ഇറാന്റെ ആ ഒരു ഡോമിനൻസ് ആ ഏരിയയിൽ എത്രമാത്രമാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇറാനുമായിട്ട് 30 രാജ്യങ്ങൾ ഇപ്പം നെഗോസിയേഷൻ തുടങ്ങിയിരിക്കുന്നത്. ഫ്രാൻസ് ആണെങ്കിൽ അങ്ങനെ ഒരു പ്രസ്താവന ഞങ്ങൾ പുറപ്പെടുവിച്ചിട്ടേ ഇല്ല, ഞങ്ങൾ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസിലേക്ക് ഞങ്ങളുടെ കപ്പൽ വ്യൂഹത്തിനെ അയക്കാമെന്നോ യുദ്ധക്കപ്പലുകളെ വിട്ട് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസിനെ അമേരിക്കയ്ക്ക് വേണ്ട രീതിയിൽ മാറ്റി തീർക്കാമെന്നോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ന് ഫ്രാൻസിന്റെ ഗവൺമെന്റ് ഇതിനെ ഒഫീഷ്യലായിട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. ഇനി യൂറോപ്യൻ രാജ്യങ്ങളുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വിറ്റ്സർലാൻഡ് മാത്രമാണ് അമേരിക്ക എടുത്ത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത് ഇറാനെതിരെയുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ എയർബേസിനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് വളരെ ശക്തമായ നിലപാടെടുത്തത് സ്വിറ്റ്സർലാൻഡാണ്. ഇപ്പോൾ ട്രംപ് സ്വിറ്റ്സർലാൻഡിന്റെ മേളിൽ കട്ട കലിപ്പിലാണ്. കാരണം സ്വിറ്റ്സർലാൻഡ് ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ട്രംപിന്റെ താരിഫ് ട്രാപ്പാണ്. ട്രംപ് ഇതിനു മുമ്പ് താരിഫ് എന്ന് പറഞ്ഞിട്ട് സ്വിറ്റ്സർലാൻഡിന് 40%, എന്നാൽ 39% ആണ് താരിഫ് ഇട്ട് കൊടുത്തിരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മൾട്ടിപ്പിൾ ടൈംസ് സ്വിറ്റ്സർലാൻഡിന്റെ പ്രൈം മിനിസ്റ്റർ വൈറ്റ് ഹൗസിൽ കയറി ഇറങ്ങിയെങ്കിലും പല ഗ്ലോബൽ സബ്മിറ്റുകളിൽ ട്രംപിനെ മീറ്റ് ചെയ്ത് പലതവണ ആവർത്തിച്ചെങ്കിൽ ആ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ട്രംപ് തയ്യാറായില്ല. അപ്പോൾ എന്തായാലും അവർ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് ട്രംപിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ട്രംപിന് ഒരു അവസരം വരുന്നത് പോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങൾക്കും ഒരു അവസരം വരുമല്ലോ. അപ്പോൾ ആ അവസരം അവർ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇറാൻ ആണെങ്കിൽ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ഒരു വാർത്ത പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് ഇസ്രായേലിൽ ഇന്റർസെപ്റ്റർ ഷോർട്ടേജ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു വാർത്ത അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു ഫേക്ക് നറേറ്റീവ് ആണെന്നാണ് ഇസ്രായേലിന്റെ സൈഡിൽ നിന്നും ഇസ്രായേലിന്റെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. ഗിഡിയോൺ ഇന്ന് ഇസ്രായേലിന്റെ നെസറ്റിൽ പറഞ്ഞത് അത് വെറും ഫേക്ക് ന്യൂസ് ആണ്, ഞങ്ങളുടെ അടുത്ത് ഇനഫ് ക്വാണ്ടിറ്റി ഇന്റർസെപ്റ്റേഴ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറാൻ ആണെങ്കിൽ വീര്യം കൂടിയ പല കാറ്റഗറിയിലുള്ള മിസൈലുകൾ ഇനി ഞങ്ങൾ പുറത്തെടുക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ടിരിക്കുകയാണ്. സജ്ജൽ കാറ്റഗറിയിൽ വരുന്ന, അതായത് ഹെവി പേലോടുള്ള മിസൈലുകളൊക്കെ ഞങ്ങൾ ഇനിയാണ് അയക്കാൻ പോകുന്നത് എന്നുള്ള വെല്ലുവിളിയൊക്കെ നടത്തിയിരിക്കുകയാണ് ഇറാൻ. ഇപ്പം ഇറാൻ അയക്കുന്ന മിസൈലുകൾ തന്നെ ടെൽ അവീവിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 1-2 സ്ഥലങ്ങളിൽ പതിക്കുന്നുണ്ട്. അത് തന്നെ വലിയ രീതിയിലുള്ള ആഘാതമാണ് ഉണ്ടാക്കുന്നത്. ഇതിലും കൂടുതൽ പേലോഡുകളുള്ള മിസൈലുകൾ അയച്ചു കഴിഞ്ഞാൽ, അതിൽ 1-2 ഒക്കെ വന്ന് പതിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ആഘാതങ്ങളായിരിക്കും ഇസ്രായേലിൻ്റെ ഉള്ളിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനും കൂടി തയ്യാറെടുത്താണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ഇനിയൊരു 3 ആഴ്ചയ്ക്ക് ഇറാന്റെ മേലിലുള്ള ആക്രമണം നിർത്താൻ പോകുന്നില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്ന് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. 3 more weeks. ഈ 3 more weeks എന്ന് പറയുന്നത് ചെറിയൊരു ഡ്യൂറേഷൻ അല്ല, ചെറിയൊരു കാലയളവല്ല. ഈ 3 ആഴ്ചയിൽ ഇപ്പം ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് തന്നെ ഇറാന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന ഡിസ്ട്രക്ഷൻസ്, ഇറാനുണ്ടായിരിക്കുന്ന നഷ്ടം ചെറുതല്ല. ഇനി 3 ആഴ്ച ഇതേപോലെ ഇസ്രായേൽ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇറാൻ വർഷങ്ങളോളം അവർ പിന്നിലേക്ക് സഞ്ചരിക്കേണ്ടി വരും.
യെസ്, യുദ്ധം നടക്കുന്നുണ്ട്, ഇറാൻ മിസൈലുകൾ അയക്കുന്നുണ്ട്, ഒന്ന് രണ്ടൊക്കെ അവിടെയൊക്കെ വീഴുന്നുണ്ട്, ഇതെല്ലാം ശരിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇറാന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന നഷ്ടം, അവർ എന്നേക്കുമായിട്ട് ചൈനയുടെ അടിമയായിട്ട് മാറേണ്ട സാഹചര്യം ഉണ്ടാവും. ചൈനയാണെങ്കിൽ ഇറാൻ കയറ്റി അയക്കുന്ന 80% എണ്ണയും വാങ്ങിക്കുന്നത് ചൈനയാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം അത് ടോട്ടൽ ഓയിൽ കൺസംഷനിൽ 13% മാത്രമാണ്. കാരണം ചൈന അത്രമാത്രം വലിയൊരു സ്റ്റേറ്റ് ആണ്. അപ്പോൾ ചൈനയുടെ പൈസയാണ് ഏറ്റവും കൂടുതൽ ഇറാന്റെ ഉള്ളിലേക്ക് വരുന്നത്. അത് ത്രൂ എണ്ണ ആയിക്കോട്ടെ, അതേപോലെ തന്നെ അവരുടെ വാർ ടാക്ടിക്സിൽ ഏറ്റവും കൂടുതൽ യുദ്ധോപകരണങ്ങൾ കൊടുക്കുന്നതും ചൈന തന്നെയാണ്. ചൈന അത് വളരെ തന്ത്രപൂർവ്വം പാർട്സുകൾ കൊടുത്തയച്ച് ചൈനീസ് എംപ്ലോയീസിനെ ഇറാനിലേക്ക് പറഞ്ഞയച്ച് ഇവിടെ വെച്ച് തന്നെ അത് അസംബിൾ ചെയ്യാനും ടെക്നോളജി എല്ലാം തന്നെ കൃത്യമായിട്ട് ഇറാനെ പഠിപ്പിച്ചുകൊണ്ടാണ് ശക്തമായ രീതിയിൽ ഇറാനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ. ഇതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെയാണ് ചൈന കാണുന്നത്. അത് കൃത്യമായിട്ട് അവർ ഉപയോഗിക്കുന്നുമുണ്ട്. ഇന്ത്യയാണ് ആദ്യമായിട്ട് ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇറാനുമായിട്ട് ഡിപ്ലോമാറ്റിക് ചാനൽ ഓപ്പൺ ചെയ്ത് സക്സസ്ഫുള്ളി സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിൽ ട്രാൻസ്പോർട്ടേഷൻ നടത്തിയിരിക്കുന്നത്. ഇത് അമേരിക്കയെ തന്നെ അമ്പരപ്പിച്ചിട്ടുണ്ടാവും. കാരണം ഒരു രാജ്യങ്ങൾക്കും പറ്റാത്ത രീതിയിൽ ഇന്ത്യയുടെ ഡിപ്ലോമസി ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഫോറിൻ മിനിസ്ട്രിയെ തന്നെയാണ് നമ്മൾ ഇവിടെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. ഇന്ത്യയുടെ ഫോറിൻ മിനിസ്ട്രിയിൽ നിന്നും ഇന്ന് രൺധീർ സിംഗ് ജയ്സ്വാൾ കൃത്യമായിട്ടുള്ള പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. 2 LNG ഷിപ്പുകൾ ഇന്ത്യൻ തീരത്തേക്ക് അടുക്കുന്നു എന്നുള്ള വാർത്തയാണ് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് പുറത്തുവിട്ടത്. അത് ഓപ്പൺ പ്രസ് മീറ്റിലൂടെ തന്നെയാണ് പ്രഖ്യാപിച്ചത്. ഇന്ത്യക്ക് വളരെ കൃത്യമായിട്ട് ഒമാനുമായിട്ടായാലും ശരി തന്നെ, ഇറാനുമായിട്ടായാലും ഇസ്രായേലുമായിട്ടായാലും എല്ലാ രാജ്യങ്ങളുമായിട്ടും ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് വളരെ സെക്യൂറാണ്. പല സാഹചര്യങ്ങളിലും ഇന്ത്യൻ ഫോറിൻ മിനിസ്ട്രി നടത്തുന്ന ഇടപെടലുകൾ വളരെ വലുതാണ്. അത് നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. അത് പല പ്രാവശ്യം നമ്മുടെ രാജ്യം തെളിയിച്ചിട്ടുണ്ട്. പല സാഹചര്യങ്ങളിലും അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ലോകത്തുള്ള മറ്റുള്ള രാജ്യങ്ങളെല്ലാം ഇമ്പോസിബിൾ ആണെന്ന് മാറി നിൽക്കുന്ന പല സാഹചര്യങ്ങളിലും ഇന്ത്യൻ ഡിപ്ലോമസി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻഫാക്ട് യമനിൽ യുദ്ധം നടന്ന സമയത്ത് യമനിൽ നിന്നും എയർ ഇന്ത്യ മാത്രമാണ് സർവീസ് നടത്തിയത്. അതും യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇന്ത്യൻ പൗരന്മാരെ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എമർജൻസി ട്രിപ്പാണ് നടത്തിയത്. അതിൽ നമ്മൾ ഇന്ത്യക്കാരെ മാത്രമല്ല പാകിസ്ഥാനികളെയും ബംഗ്ലാദേശികളെയും വരെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. UK, യൂറോപ്പ് മാത്രമല്ല അമേരിക്കൻ പൗരന്മാരെ വരെ നമ്മൾ ആ ഇവാക്യുവേഷൻ പ്രോജക്റ്റിൽ നമ്മൾ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴും 30 രാജ്യങ്ങൾ ക്യൂവിൽ നിന്ന് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ്. പക്ഷേ ഇറാൻ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിലൂടെ മറ്റൊരു രാജ്യത്തിനും പെർമിഷൻ കൊടുത്തിട്ടില്ല ഇതുവരെ, എക്സെപ്റ്റ് ചൈന. ഇപ്പോഴാണ് നമ്മൾ നെക്സ്റ്റ് എസ്കലേഷൻ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ ഇതിനു മുമ്പ് തന്നെ ഈ വാർ ട്രാപ്പ് എസ്കലേഷൻസിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കൃത്യമായിട്ട് ഇതിന്റെ തിയറിറ്റിക്കൽ സൈഡ്, ഈ യുദ്ധത്തിന്റെ എസ്കലേഷൻസിനെ കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ നെക്സ്റ്റ് ലെവൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ അമേരിക്ക, ഇപ്പം ഡൊണാൾഡ് ട്രംപ് വളരെ വ്യക്തമായിട്ടുള്ള ഒരു തന്ത്രം ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിലേക്ക് അവരവരുടെ രാജ്യങ്ങളുടെ വാർഷിപ്പുകളെ അയച്ച് നിങ്ങളുടെ എണ്ണക്കപ്പലുകൾക്കും നിങ്ങളുടെ ഓയിൽ ഷിപ്മെന്റുകൾക്കൊക്കെ നിങ്ങൾക്ക് എസ്കോർട്ട് സ്വന്തം വാർഷിപ്പുകളെ അയച്ച് അതിനെ സെക്യൂർ ആയിട്ട് നിങ്ങൾക്ക് സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിലൂടെ കടത്തിക്കൊണ്ട് പോകാമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്? സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു അമേരിക്കൻ കപ്പലിനെ ഇറാൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇറാഖിന്റെ പോർട്ടിൽ നിന്ന് കത്തുന്ന രംഗം ലോകമെമ്പാടും കണ്ടതാണ്. അമേരിക്കൻ ഷിപ്പാണ് അവിടെ നിന്ന് കത്തുന്നത്. ഇപ്പൊ ഈ ഷിപ്പ് അവിടെ കത്തുന്നത് ഒരു ഇൻസിഡന്റ് ആണ്. ഈ ഇൻസിഡന്റിനെ നെക്സ്റ്റ് എസ്കലേഷനിലേക്ക് കൊണ്ടുപോവാം, ഒരു എസ്കലേഷൻ ട്രാപ്പായിട്ട് ഇതിനെ മാറ്റാം. അപ്പൊ അതായത് ഈ അപകടം നടന്നു, അപ്പൊ അതുകൊണ്ട് അമേരിക്ക പറയുന്നു എല്ലാ വാർഷിപ്പുകളും അങ്ങോട്ട് വരട്ടെ, അവരവരുടെ കപ്പലുകളെ അവരവർ തന്നെ കൊണ്ടുപോട്ടെ എന്നാണ് പറയുന്നത്. ഇപ്പൊ അവിടെ വരുന്ന കപ്പലുകളിൽ ഇപ്പൊ വരാമെന്ന് സമ്മതിച്ചിരിക്കുന്നത് സൗത്ത് കൊറിയയും ജപ്പാനും മാത്രമാണ്. കാരണം അവർക്ക് അമേരിക്കയുടെ ഇൻസ്ട്രക്ഷൻ ലംഘിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് അവരവിടെ വരും. പക്ഷെ ഇവരവിടെ വരുമ്പോൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇറാന്റെ ഡ്രോണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രോൺ ഈ സൗത്ത് കൊറിയയുടെയോ അല്ലെങ്കിൽ ജപ്പാന്റെയോ കപ്പലുകൾക്ക് മേൽ, വാർഷിപ്പുകൾക്ക് മേൽ വന്ന് പതിച്ചാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഈ വാർ വീണ്ടും എക്സ്പാൻഡ് ആവുകയാണ്. വീണ്ടും സൗത്ത് കൊറിയയും ജപ്പാനും കൂടി ഈ കോൺഫ്ലിക്റ്റിൽ ഇൻവോൾവ് ആവാൻ പോവാണ്. അപ്പം ഇത്തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ശ്രമിച്ചത്. പക്ഷെ അത് ഓൾമോസ്റ്റ് പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ലോകത്തുള്ള പല രാജ്യങ്ങളെയും ഇപ്പൊ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ആ ശ്രമമാണ് ഇവിടെ പരാജയപ്പെട്ടിരിക്കുന്നത്. ബിക്കോസ് ഓഫ് ട്രംപിന്റെ നാറ്റോ ഡീലിങ്സ് ശരിയല്ലാത്തത് കൊണ്ടാണ് യൂറോപ്യൻസ് ഇപ്പൊ വരാത്തത്. അപ്പം യുദ്ധസമയത്ത് നടക്കുന്ന ഓരോ ഇൻസിഡന്റും ഒരു എസ്കലേഷൻ ട്രാപ്പായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം 2 സൈഡിലും നടക്കുന്ന ഇൻസിഡന്റിനെ എങ്ങനെ ഒരു ട്രാപ്പായിട്ട് മാറ്റാം എന്നായിരിക്കും യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു എസ്കലേഷൻ ട്രാപ്പായിരുന്നു ട്രംപിന്റെ ഈ ഒരു കോൾ.
എല്ലാവരും സ്റ്റേറ്റ് ഓഫ് ഹോർമോസിലേക്ക് വരൂ എന്ന് വിളിച്ച ഒരു വിളി. റേസ പലവി പറഞ്ഞിരിക്കുന്നത്, ഇറാനിയൻസ് നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഇറാന്റെ റെജീമിനെതിരെ പ്രതിഷേധം തുടങ്ങുക എന്നുള്ള ആഹ്വാനമാണ് റേസ പലവി നടത്തിയിരിക്കുന്നത്. റേസ പലവിയുടെ അനുകൂലികൾ എത്രമാത്രം ശക്തരാണ് ഇറാന്റെ ഉള്ളിൽ എന്നുള്ളതിന്റെ ഒരു തെളിവ് നമുക്കിപ്പോൾ കാണാൻ കഴിയും 1-2 ദിവസത്തിനകത്ത്. റിയലി റേസ പലവിക്ക് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് അവിടെ ഉണ്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് വെറും വാക്കാണോ എന്നുള്ളതൊക്കെ ഇനി കണ്ടറിയണം. കാരണം ഇറാന്റെ റെജീമിനെ കുറെ ആൾക്കാർ അവിടെ വെറുത്തൊതുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് 45 കൊല്ലം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഈ IRGC റെജീം. അപ്പൊ അതിനെതിരെയുള്ള വികാരം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരുപാട് യുവാക്കൾ അതിനെ എതിർക്കുന്നുണ്ട്, സ്റ്റുഡൻസ് അതിനെ എതിർക്കുന്നുണ്ട്, ആവറേജ് മിഡിൽ ഏജിലുള്ള കംപ്ലീറ്റ് ആൾക്കാരും പ്രത്യേകിച്ച് ജെൻസി ഇതെല്ലാം തന്നെ എതിർക്കുന്നുണ്ട്. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷേ ഈ സമയത്ത് IRGCക്കെതിരെ, മിഷൻ ഗണ്ണുമായിട്ട് നിൽക്കുന്ന IRGCക്കെതിരെ പ്രതിഷേധവുമായിട്ട് റോഡിലിറങ്ങാൻ ഇവർ തയ്യാറാണോ എന്നുള്ളതാണ് ചോദ്യം. ഇത് അല്ലെങ്കിൽ IRGCക്ക് ബദലായിട്ട് നിൽക്കുന്ന തരത്തിൽ റേസ പലവിക്ക് അവിടെ സംവിധാനങ്ങൾ ഉണ്ടാവണം. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നിലവിൽ അമേരിക്കയും ഇസ്രായേലും ഗ്രൗണ്ട് ഫോഴ്സിനെ എല്ലാം അവിടെ ഇറക്കിയിരിക്കുന്നത്, എയർ സ്ട്രൈക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഗ്രൗണ്ടിൽ IRGC വളരെ സ്ട്രോങ് ആണ്. ഇതിലുപരിയായിട്ട് ഒരു ദിവസത്തിന് മുമ്പ് ഇന്നലെ റേസ പലവി സെലൻസ്കിയെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. സെലൻസ്കിയുമായിട്ടൊരു മീറ്റിംഗ്. സെലൻസ്കി എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സെലൻസ്കി തന്നെ റഷ്യയുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സെലൻസ്കിക്ക് യുദ്ധം അവസാനിപ്പിക്കേണ്ട. കാരണം ട്രംപ് പറഞ്ഞിരിക്കുന്നത് സെലൻസ്കിയുടെ ഒരേ ഒരു ഹോപ്പ് ഞാൻ മാത്രമാണ്, ട്രംപ് മാത്രമാണ്, അമേരിക്ക മാത്രമാണ്. പക്ഷേ സെലൻസ്കിയും അമേരിക്കയും തെറ്റിയത് PAC-3 എന്ന് പറഞ്ഞ ഒരു മിസൈൽ ഷോർട്ടേജിലാണ് സെലൻസ്കിയും അമേരിക്കയും തെറ്റുന്നത്. കാരണം PAC-3 മിസൈൽ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. 600 മുതൽ 650 പെർ ഇയർ അമേരിക്ക ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പൊ തന്നെ ശരിക്കും വൻ ഡിമാൻഡാണ്. കാരണം യുദ്ധം നടക്കുന്നത് കൊണ്ട് അമേരിക്കയുടെ പക്കൽ സ്റ്റോക്ക് പൈൽസ് ഉണ്ട്. അതിപ്പോ ഉക്രൈന് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ വാർ പ്രയോറിറ്റി എന്ന് പറയുന്നത് അമേരിക്ക തുടങ്ങി വെച്ചിരിക്കുന്ന അമേരിക്കയുടെ യുദ്ധമായിട്ടുള്ള ഇറാൻ വാറാണ്. ഇപ്പൊ മിഡിൽ ഈസ്റ്റിലേക്ക് അത് വേണം. അപ്പൊ അതുകൊണ്ട് സെലൻസ്കിക്ക് അങ്ങനെ വാരിക്കോരി ഈ PAC-3 കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ട്രംപിന്റെ നിലപാട്. അപ്പൊ അതിനെയാണ് ട്രംപ് പറഞ്ഞത്, മിഡിൽ ഈസ്റ്റുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ചർച്ച നടത്തിയിട്ട് അവർക്ക് വേണ്ട രീതിയിൽ നിങ്ങൾ ഈ ഡ്രോൺ ഇന്റർസെപ്റ്റേഴ്സ് കൊടുത്തേക്കൂ എന്നാണ് പറഞ്ഞത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ട് സെലൻസ്കി ഒരു ഡീലാണ് ഇപ്പം ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഡീൽ എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ടെക്നോളജിയും ഈ ഈ ഡ്രോൺ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മാനുഫാക്ചറിങ് ചെയ്ത് നിങ്ങൾക്ക് തരാം. പക്ഷേ എനിക്ക് വേണ്ടത് പൈസയും നിങ്ങളുടെ കയ്യിലുള്ള മറ്റ് യുദ്ധോപകരണങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം സെലൻസ്കിക്ക് വേണ്ടത് പൈസയാണ്. പൈസ ഏറ്റവും കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ സെലൻസ്കി ഈ സംവിധാനം മിഡിൽ ഈസ്റ്റിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ എന്തിനും തയ്യാറാണ്, പൈസ ധാരാളം അവരുടെ അടുത്തുണ്ട്, അവർ കൊടുക്കും. അപ്പോൾ അതിന് പകരം സെലൻസ്കി ഡയറക്റ്റ് ആയിട്ട് ഈ ഡ്രോൺ ഇന്റർസെപ്റ്റേഴ്സ് എത്രയും വേഗം മിഡിൽ ഈസ്റ്റിലേക്ക് അവൈലബിൾ ആക്കണം എന്നുള്ളതാണ് ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച. ശരി, ഇപ്പൊ 400 കിലോമീറ്റർ ഇറാൻ ഹാൻഡിൽ ചെയ്യുന്ന ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് അത്ര എളുപ്പത്തിൽ കടന്നു വരാൻ പറ്റുന്ന ഒരു റൂട്ടല്ല. തീർച്ചയായിട്ടും ഇറാൻ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് മാത്രമല്ല, ഇതേപോലെ ലോകത്ത് നിർണായകമായിട്ടുള്ള പല ചെക്ക് പോയിന്റുകളുണ്ട്. ആ ചെക്ക് പോയിന്റുകളിൽ ഒന്ന് മാത്രമാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ്. ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലൂടെ ഒരു ദിവസം കടന്നു പോകുന്ന എണ്ണയുടെ അളവ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 20 മില്യൺ ബാരൽ പെർ ഡേ ആണ്. ഇത് ആഗോള എണ്ണ വിപണിയിൽ 20% ആണ്. ഇനി ഇതുപോലെ തന്നെ വീണ്ടും പല ചെക്ക് പോയിന്റുകൾ ഉണ്ട്. അതിലൊന്നാണ് സ്ട്രേറ്റ് ഓഫ് മലാക്ക. ഈ സ്ട്രേറ്റ് ഓഫ് മലാക്ക അറിയാലോ, സിംഗപ്പൂർ, മലേഷ്യ, ആൻഡമാൻ നിക്കോബാർ ഈ മേഖലയിൽ കിടക്കുന്ന, ഏഷ്യൻ സൈഡിൽ കിടക്കുന്ന ഒരു കടലിടുക്കാണ് സ്ട്രേറ്റ് ഓഫ് മലാക്ക. ഈ സ്ട്രേറ്റ് ഓഫ് മലാക്കയിലാണ് ഏറ്റവും കൂടുതൽ ട്രാൻസ്ഷിപ്മെന്റ് നടക്കുന്നത്. പ്രത്യേകിച്ച് എണ്ണക്കച്ചവടം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 23.2% ഈ സ്ട്രേറ്റ് ഓഫ് മലാക്കയിലൂടെയാണ് നടക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ക്യാപ്പ് ഓഫ് ഹോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടലിടുക്കുണ്ട്. 9.1% ആണ് അവിടെ നടക്കുന്ന ഓയിൽ ട്രാൻസ്ഷിപ്മെന്റ്. ഇത് കഴിഞ്ഞാൽ അടുത്ത ലെവലിലുള്ളത് സൂയസ് കനാലാണ്. സൂയസ് കനാല് 6.2% ആണ് അവിടുത്തെ ഓയിൽ ട്രാൻസ്പോർട്ടേഷൻ. അത് കഴിഞ്ഞാൽ ബാബൽ മന്ദേബ്. ഈ ബാബൽ മന്ദേബ് എന്ന് പറയുന്നത് റെഡ് സീയുടെ അടുത്ത് ഹൂത്തികളുടെ തൊട്ട് മുന്നിൽ കിടക്കുന്ന ആ ഒരു ഗൾഫ് ഏരിയയാണ്. അവിടെ 5.6% ആണ്. ഞാൻ ഇതിവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 3 ട്രാൻസ്പോർട്ട് റൂട്ടുകൾ ഇപ്പം ഇതിനകത്ത് ഇമ്പാക്റ്റ് ആവും. അതിലൊന്ന് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ്, 2 സൂയസ് കനാൽ, 3 ബാബൽ മന്ദേബ്. ഈ ബാബൽ മന്ദേബ് ഞാൻ പറയാനുള്ള കാരണം അവിടെ ഹൂത്തികളുണ്ട്. ഈ ഹൂത്തികൾ എന്ന് പറയുന്നത് ഇറാന്റെ പ്രോക്സികളാണ്. അപ്പൊ ഇറാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഹൂത്തികളെ വെച്ചിട്ട് അവിടെയും പ്രശ്നമുണ്ടാക്കാൻ സാധിക്കും. അപ്പൊ അവിടെ പ്രശ്നം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് സൊമാലിലാൻഡിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ അവിടെ ട്രൂപ്പിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്.
ഇവിടെ സൊമാലിലാൻഡിൽ. കാരണം ഹൂത്തികൾ അഥവാ ഈ ബാബൽ മന്ദേബിൽ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ സൂയസ് കനാലും ബാബൽ മന്ദേബും കണക്റ്റഡ് ആണ്. സൂയസ് കനാലിലൂടെ കടന്നു വരുന്ന ട്രാൻസ്ഷിപ്മെന്റ് ബാബൽ മന്ദേബിലൂടെ വേണം ഇന്ത്യൻ ഓഷനിലേക്ക് ഇറങ്ങാൻ. അപ്പൊ ആ സാഹചര്യത്തിൽ അത് രണ്ടും ഒരു റൂട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഇസ്രായേൽ കൃത്യമായിട്ട് മുൻവിധിയോടുകൂടി സൊമാലിലാൻഡിൽ തമ്പടിച്ചിരിക്കുന്നത്. പക്ഷേ ഹൂത്തികൾ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ വരുന്ന കപ്പലുകളുടെ യാത്ര തടയാൻ സാധിക്കുന്നതാണ്. കാരണം ഒന്നോ രണ്ടോ ആക്രമണങ്ങൾ നടത്തിയാൽ മതി, പിന്നെ ഒരു ഫിയർ സ്റ്റാർട്ടാവും. ഫിയർ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ അതുവഴി കപ്പലുകൾ വരാൻ പറ്റാത്ത സാഹചര്യമാവും. കപ്പലുകൾ സ്വമേധയെ വരത്തില്ല. ഈ ഒരു 3 ഏരിയയും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ 35% ഗ്ലോബൽ ഓയിൽ ട്രാൻസ്പോർട്ടേഷനിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഇത്തരത്തിൽ ഗ്ലോബൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു വിഷയത്തിലേക്ക്, ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങുമ്പോൾ അമേരിക്ക എടുക്കേണ്ട ചില മുൻകരുതലുകൾ ഉണ്ടായിരുന്നു. ആ മുൻകരുതലുകൾ അമേരിക്ക എടുത്തോ എന്നുള്ളതാണ് ചോദ്യം. വളരെ വാലിഡ് ആയിട്ടുള്ള ചോദ്യമാണ്. കാരണം ഇന്ന് ഇന്ത്യൻ ഗവൺമെന്റ് ഇറാനുമായിട്ട് ബാക്ക് ടു ബാക്ക് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ യാത്ര ചെയ്യാൻ പറ്റാതെ കിടക്കുന്ന ഇന്ത്യൻ കപ്പലുകളെ മാത്രമല്ല, തുടർന്നും, അതായത് ഈ യുദ്ധസമാനമായ സാഹചര്യത്തിലും തുടർന്ന് അങ്ങോട്ട് ഇന്ത്യയുടെ കപ്പലുകൾക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഒരുക്കാൻ പറ്റുമോ എന്നുള്ള തരത്തിൽ ഫർദർ ഡിസ്കഷൻസ് ഇറാനുമായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ഫോറിൻ മിനിസ്ട്രിയാണ് ഇറാന്റെ അബ്ബാസ് അരക്ചിയുമായിട്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തായാലും നമ്മളുടെ ഡിപ്ലോമാറ്റിക് വർക്ക് നമ്മൾ തുടരുന്നുണ്ട്. ഈ 35% ഗ്ലോബൽ ഓയിൽ മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു യുദ്ധത്തിലേക്കാണ് അമേരിക്ക എടുത്ത് ചാടിയത്. ഒന്നെങ്കിൽ എടുത്ത് ചാടരുതായിരുന്നു. ഇതിനെക്കുറിച്ചുള്ള മുൻധാരണകൾ വേണമായിരുന്നു. തീർച്ചയായിട്ടും ഈ യുദ്ധം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകത്തുള്ള പല രാജ്യങ്ങൾക്കും എണ്ണ കിട്ടാത്ത അവസ്ഥയാവും. അതൊരു ദുരന്തമായിട്ട് തന്നെ മാറും. അതിൽ യാതൊരു മാറ്റമില്ല. ഇത്തരത്തിൽ 35% ഗ്ലോബൽ ഓയിൽ ട്രേഡിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങുമ്പോൾ അമേരിക്ക ശക്തമായ രീതിയിൽ ആക്രമണം നടത്തി, പവർഫുൾ ആയിട്ടുള്ള ആക്രമണത്തിലൂടെ ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തണമായിരുന്നു. അതല്ലാതെ വർഷക്കണക്കിൽ യുദ്ധം നടത്താനാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇറങ്ങരുതായിരുന്നു. ഇതാണ് പല രാജ്യങ്ങളുടെയും ഒപ്പീനിയൻ, പല അനലിസ്റ്റുകളുടെയും ഒപ്പീനിയൻ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അതുകൊണ്ട് സംഭവിച്ചത് വേറെ ഒന്നുമില്ല, ഡൊണാൾഡ് ട്രംപിന് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കേണ്ടി വന്നു. എന്താണ് ആ പ്രസ്താവന? റഷ്യയുടെ എല്ലാ ഓയിൽ സാങ്ഷൻസും ഞാൻ പിൻവലിച്ചിരിക്കുന്നു. ഇത് ട്രംപ് ഇറക്കിയ പ്രസ്താവനയാണ്. അതായത് എല്ലാ തരത്തിലും സാങ്ഷൻസ് ഇട്ട് വെച്ചിരുന്ന റഷ്യൻ ഓയിലിനെ ഞാൻ സാങ്ഷൻ ഇല്ലാതാക്കിയിരിക്കുന്നു. ഇനി മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് അവസാനിക്കുന്നത് വരെ റഷ്യയുടെ മേളിൽ സാങ്ഷൻ ഇല്ല എന്നുള്ളൊരു പ്രസ്താവനയാണ് ട്രംപ് ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ഇത് ഇറക്കാനുള്ള സാഹചര്യം ഒരുക്കിയതാരാണ്? ട്രംപ് തന്നെയാണ്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.